The last class we have discussed about the first chapter in the fourth module. നാലാമത്തെ മോഡ്യൂളിലത്തെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ബെൽറ്റ് ആൻഡ് ചെയിൻ ഡ്രൈവ്സ്. ഇനി അതിനകത്ത് വരുന്ന അടുത്ത പോർഷൻ, അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഗിയേഴ്സ് ആൻഡ് ഗിയർ ട്രെയിൻസ്, ഗിയർ ഡ്രൈവ്. ഇത് ഗിയറിൻ്റെ ഡിസൈനും വളരെ ഡെപ്തിലുള്ളൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒരു സ്പർ ഗിയറിൻ്റെ ടെർമിനോളജി, സിമ്പിൾ പ്രോബ്ലംസ്, ദെൻ വെരി കോമൺ ടൈപ്സ് ഓഫ് ഗിയർ ഡ്രൈവ്സ്. So gear means, you know gear. What is a gear? Gear means is a rotating machine part having teeth cut on its periphery. ഒരു വീല്, ഒരു റൗണ്ട് ആയിട്ടുള്ള ഡ്രം, ഒരു വീല്, ആ വീലിൻ്റെ ചുറ്റും പെരിഫറിയിൽ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്ന ഒരു പവർ ട്രാൻസ്മിറ്റിംഗ് മെക്കാനിക്കൽ എലമെൻ്റാണ് ഗിയർ എന്ന് പറയുന്നത്. വൺ ഗിയർ മെഷ് വിത്ത് അനദർ ഗിയർ, സോ പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ ബൈ ഇന്റർമെഷിംഗ് gears. Then gear devices can change the speed, torque and direction of a power source. ടോർക്ക് ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ സ്പീഡ് ചേഞ്ച് ചെയ്യാം. ഓട്ടോമൊബൈൽ ഗിയർ ബോക്സ് ഒക്കെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, പല ഗിയറിലേക്കും ഇടുമ്പോൾ ഒരു ഗിയറും മറ്റൊരു ഗിയർ മെഷ് ചെയ്യുമ്പോൾ ഒരു സ്പീഡ് കിട്ടും. ആ മെഷിങ് മാറ്റിയിട്ട് മറ്റൊരു ഗിയറായിട്ട് മെഷ് ചെയ്യുമ്പോൾ മറ്റൊരു സ്പീഡ് കിട്ടും. സോ വി ക്യാൻ ചേഞ്ച് ദ സ്പീഡ് ആൻഡ് ഓൾസോ ദ ടോർക്ക്. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ സ്പീഡ് വളരെ കുറവായിരിക്കും, പക്ഷേ ഹൈ ടോർക്കായിരിക്കും. അതുകൊണ്ടാണ് കയറ്റമൊക്കെ കയറുമ്പോൾ വണ്ടിയൊക്കെ ഫസ്റ്റ് ഗിയറിലിടുന്നത്. ഫസ്റ്റ് ഗിയറിൽ ഹൈ ടോർക്ക് കിട്ടും, നല്ല ടേണിംഗ് ഫോഴ്സ് ഉണ്ടാവും, കയറ്റം കയറാൻ പറ്റും, സ്പീഡ് കുറവായിരിക്കും. അതായത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഗിയറിലേക്കൊക്കെ പോകുമ്പോൾ സ്പീഡ് കൂടും. So by using gear drives we can change the speed, torque and also the direction ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വണ്ടിയുടെയൊക്കെ ഹൗസിങ് കണ്ടിട്ടുണ്ടാവും, ഡിഫറൻഷ്യൽ എന്ന് പറയും. ഹൗസിങ് എന്നൊക്കെ പറയുന്ന ഡിഫറൻഷ്യൽ, ആ ഡിഫറൻഷ്യലിൽ നേരെ വരുന്ന ഒരു സ്പീഡ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ രണ്ട് വീലിലേക്ക് ഡയറക്ഷൻ മാറ്റി കൊടുക്കും. അതിനെയാണ് ഡിഫറൻഷ്യൽ എന്ന് പറയുക. സ്റ്റാർ ഗിയറും സൺ ഗിയറും ഒക്കെ ഉള്ള സിസ്റ്റമാണത്. Then the teeth on the two meshing gears all have the സെയിം ഷേപ്പ്. ഒരു ഗിയറിൻ്റെ ചുറ്റുപാടുമുള്ള ടീത്ത് എല്ലാം തന്നെ ഒരേ ഷേപ്പായിരിക്കും. ഗിയേഴ്സ് ആൾമോസ്റ്റ് ആൾവേസ് പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ ടോർക്ക്, ക്രിയേറ്റിംഗ് എ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ത്രൂ ദെയർ ഗിയർ റേഷ്യോ ആൻഡ് ദസ് മേ ബി കൺസിഡേർഡ് ആസ് എ സിമ്പിൾ മെഷീൻ എന്ന് പറയാം. ഇത് വളരെ കോസ്റ്റ്ലിയാണ്. ഇറ്റ് ഈസ് എ സുപ്പീരിയർ ഡ്രൈവ് ദാൻ ബെൽറ്റ് ഓർ ചെയിൻ ഡ്രൈവ് ആൻഡ് ഇറ്റ് നീഡ്സ് വെരി ആക്യുറേറ്റ് മെയിൻ്റനൻസ് ആൻഡ് വെരി കെയർഫുൾ മെയിൻ്റനൻസ് വേണ്ടുന്നതാണ് ഗിയർ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഫ്രിക്ഷൻ വീൽസ്? ഫ്രിക്ഷൻ വീൽസ് മീൻസ് ടു പാരലൽ ഷാഫ്റ്റ്സ്. രണ്ട് പാരലൽ ഷാഫ്റ്റ്സ് ആണ്. ടു പാരലൽ ഷാഫ്റ്റ്സ് വെൻ നോട്ട് ടു ഫാർ എപ്പാർട്ട്, വളരെ ഡിസ്റ്റൻസ് കൂടുതലല്ലാതെ രണ്ട് പാരലൽ ഷാഫ്റ്റ് മേ ബി കണക്റ്റഡ് ബൈ എ പെയർ ഓഫ് റൈറ്റ് സർക്കുലർ സിലിണ്ടേഴ്സ് നോൺ ആസ് ഫ്രിക്ഷൻ ഡിസ്ക്. അതാണ് ഈ ഫിഗറിൽ കാണുന്നിരിക്കുന്നത്. അതാണ് ഫ്രിക്ഷൻ ഡിസ്ക് എന്ന് പറയുന്നത്. ഇൻ ദിസ് ഡ്രൈവ് ദീസ് സിലിണ്ടേഴ്സ് വിൽ ഹാവ് പ്യുവർ റോളിംഗ് ആക്ഷൻ. രണ്ട് സിലിണ്ടറിൻ്റെയും പ്യുവർ റോളിംഗ് ആക്ഷൻ. ആക്ച്വലി ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ഡ്രൈവ് ദർ വിൽ ബി സം സ്ലിപ്പിംഗ് ബിറ്റ്വീൻ ദ കോണ്ടാക്ട് സർഫസസ് ഓഫ് ദ സിലിണ്ടേഴ്സ്. ഇതിനെയാണ് ഫ്രിക്ഷൻ വീൽസ് എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ വീൽസ്. ഓക്കെ, ദെൻ ഗിയർ ഡ്രൈവ് എന്തിലേക്കാണ് നമുക്ക് പോവാം. So a gear drive is a toothed wheel with the teeth cut on the periphery of a cylinder. Gears are mounted on the shafts with key. There are two gears mounted on one on each of the driving and the driven shaft. രണ്ട് ഗിയറും ഇന്റർമെഷിംഗ് ആയിരിക്കും. മെഷ് വിത്ത് ദി teeth of the one gear, mesh with the teeth of the other gear. Rotation of the gear will cause rotation of the other in the opposite direction. So what are the main functions of a gear? See the picture of a gear. A gear means a round wheel with teeth cut on the periphery. Okay, now what are the functions? It transmits power from one shaft to another. അതാണ് പ്രധാനമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക. ദെൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ്, അത് നേരത്തെ ഞാൻ പറഞ്ഞു. അത് ദെൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ടോർക്ക്, ചേഞ്ച് ആക്സിസ് ഓഫ് ഓർ ഡയറക്ഷൻ ഓഫ് മോഷൻ, ആക്സിസ് ഓർ ഡയറക്ഷൻ ഓഫ് മോഷൻ. ദെൻ സിങ്ക്രണൈസ് ടൈമിങ്. ഇതാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗിയർ ഡ്രൈവ്? ഗിയർ ഡ്രൈവിൽ എക്സാക്റ്റ് വെലോസിറ്റി റേഷ്യോ കിട്ടും, നോ സ്ലിപ്പ്, അങ്ങനെയുള്ള ബെൽറ്റ് ഡ്രൈവിലുള്ളൊരു പ്രോബ്ലംസും ഇതിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെന്ത് പറയാം? ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഡ്രൈവ്.
Gear drive is a positive drive. High transmission efficiency, then high velocity possible, then even up to 60:1. Then velocity ratio will remain constant throughout, used for low, medium and high power transmission. ഇതാണ് ഗിയർ ഡ്രൈവിൻ്റെ അഡ്വാൻറ്റേജസ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? നേരത്തെ പറഞ്ഞു, ഇറ്റ് റിക്വയർസ് വെരി കെയർഫുൾ മെയിൻ്റനൻസ്. നല്ല നിലയ്ക്കുള്ള ലൂബ്രിക്കേഷൻ വേണം. അറ്റ് വെരി ഹൈ സ്പീഡ്സ് പ്രൊഡ്യൂസ് നോയ്സ് ആൻഡ് വൈബ്രേഷൻസ്. ഗിയർ ഡ്രൈവ് ഉണ്ടാകുന്ന സമയത്ത് ചെറിയ നോയ്സും വൈബ്രേഷനും ഒക്കെ ഉണ്ടാവും. മാനുഫാക്ചറിങ് ഓഫ് ഗിയേഴ്സ് ഈസ് കോസ്റ്റ്ലി. മറ്റ് ബെൽറ്റ് ഡ്രൈവിനേക്കാളും ചെയിൻ ഡ്രൈവിനേക്കാളും ഒക്കെ കോസ്റ്റ്ലിയാണ് ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് ഗിയർ വീൽസ് ഇൻ ഗിയർ ട്രെയിൻസ് ഇൻക്രീസ്ഡ് ദ വെയ്റ്റ് ഓഫ് ദ മെഷീൻ. ഇപ്പോൾ ഒരു വണ്ടീൻ്റെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് തന്നെ അതിൽ ആ വണ്ടീൻ്റെ വെയ്റ്റിൽ വലിയൊരു ഭാഗം ഈ ഗിയർ ബോക്സിൻ്റെ വരും. നമ്പർ ഓഫ് ഗിയേഴ്സ് ആർ മോർ. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഷാഫ്റ്റ്സ് ഹാവിങ് ലാർജ് സെൻറ്റർ ഡിസ്റ്റൻസസ്. രണ്ട് ഷാഫ്റ്റ് വളരെ സെൻറ്റർ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ഗിയർ ഡ്രൈവ് പറ്റില്ല. അവിടെയാണ് ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കുന്നത്. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഗിയേഴ്സ്? സീ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ, ദെൻ സ്പൈറൽ ബിവൽ ഗിയർ, മീറ്റർ ഗിയർ, സ്ട്രെയിറ്റ് ബിവൽ ഗിയർ, ഇങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഗിയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യം സിലബസിൽ പ്രധാനമായിട്ട് പറയുന്നത് സ്പർ ഗിയറിനെ കുറിച്ചാണ് പറയുന്നത്. സ്പർ ഗിയേഴ്സ് ആണ് സ്പർ ഗിയർ എന്ന് പറയുന്നത്. Teeth of the spur gears are cut on the circumference of the cylindrical disc, can transmit high power because of the contact between the mating gears is a long line. Then use transmitting power between two shafts when the axis of the driving and driven shafts are parallel and coplanar. Machine tools and automobile gearbox. നമ്മുടെ ഓട്ടോമൊബൈൽ ഗിയർ ബോക്സിലൊക്കെ വണ്ടീൻ്റെ എല്ലാം ഗിയർ ബോക്സിൽ ഈ ടൈപ്പ് സ്പർ ഗിയർ ആണ് പിന്നെ ഉപയോഗിക്കുക. സ്പർ ഗിയർ നിങ്ങൾ മെഷീൻ ഷോപ്പിൽ വെച്ച് മില്ലിംഗ് മെഷീനിലൊക്കെ സ്പർ ഗിയർ കട്ട് ചെയ്യാനുള്ള മോഡൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ട് ചെറിയ സ്പർ ഗിയറും ഒരു സ്മോൾ ഡയമീറ്റർ ഗിയർ, രണ്ട് ഗിയർ മെഷ് ചെയ്തിരിക്കുന്ന പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇനിയും ഗിയർ ഡ്രൈവിൽ ഒരു സ്പർ ഗിയറിൻ്റെ ടെർമിനോളജി എന്തെല്ലാം? ഒരു ഗിയറിൻ്റെ ഒരുപാട് ടേംസ് ഉണ്ട് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട്, സ്പർ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ഫിഗറിൽ ആ എല്ലാ വേർഡ്സും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി ക്ലിയർലി മാർക്ക്ഡ് ഓൾ ദ ടേംസ്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഈ ഫിഗറിൽ കുറേ കൂടെ ക്ലിയർ ആയിട്ടുണ്ട്, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫേസ് വിഡ്ത്ത്, അതുപോലെ ടൂത്തിൻ്റെ തിക്നെസ് എന്താണ്, പിച്ച് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അഡൻഡം, ഡിഡൻഡം, അഡൻഡം സർക്കിൾ, ഡിഡൻഡം സർക്കിൾ, ലാൻഡ്, ടോപ്പ് ലാൻഡ്, ബോട്ടം ലാൻഡ്, ദെൻ ദി ഫേസ് വിഡ്ത്ത്, വിഡ്ത്ത് ഓഫ് ദ സ്പേസ്, അങ്ങനെയുള്ള കുറേ ടേംസ്. സർക്കുലർ പിച്ച്, ഡയമട്രൽ പിച്ച്, ആ രണ്ട് ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കുലർ പിച്ച് ദാറ്റ് ഈസ് പി സി, ഡയമട്രൽ പിച്ച് പി ഡി. അതൊക്കെ ഈ ഫിഗറിൽ നോക്കുക, ആ മാർക്ക് ചെയ്ത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ വേണം. ഇപ്പോൾ എക്സാമിനേഷനിൽ എക്സ്പ്ലെയിൻ ദി ഫോളോയിങ് ടേംസ് ഇൻ എ സ്പർ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ദിസ് ഫിഗർ. ഈ ഫിഗർ വരയ്ക്കണം, രണ്ട് ടീത്ത് വരച്ച് അതിൻ്റെ മുഴുവൻ പാർട്സും ടേംസും മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ ടേംസൊക്കെ ഡിഫൈൻ ചെയ്യണം. സോ അപ്പോൾ ആ ടേംസൊക്കെ ഞാനവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്പർ ഗിയർ ടെർമിനോളജി അത് ഓരോ എണ്ണമായിട്ട് ഞാനിപ്പോൾ പിന്നെ വായിച്ച് കേൾപ്പിക്കുന്നില്ല. അതൊക്കെ വായിച്ച് നോക്കി ആ ഫിഗറും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, എല്ലാം മനസ്സിലാവും അതിനകത്ത്. സർക്കുലർ പിച്ച് എന്താണെന്നില്ലേ. സർക്കുലർ പിച്ചിൻ്റെ ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പി സി ഈസ് ഈക്വൽ ടു പൈ ഡി ഡിവൈഡഡ് ബൈ ടി. പൈ ഡി ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞത് ഡി എന്ന് പറഞ്ഞാൽ പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണ്. പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്ററിലേക്ക് കൂടി വരയ്ക്കുന്നത്, ഗിയറിൻ്റെ മെഷ് ചെയ്തിരിക്കുന്നതിൻ്റെ സെൻറ്ററിലേക്ക് കൂടി, കോൺടാക്ട് ചെയ്യുന്ന പോയിന്റിൽ കൂടി സെൻറ്ററിലേക്ക് കൂടി ഒരു സർക്കിൾ വരയ്ക്കും. അതാണ് പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഡയമീറ്ററാണ് ഡി. ടി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടീത്ത്. അപ്പോൾ പൈ ഡി ബൈ ടി അതാണ് പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡയമട്രൽ പിച്ച്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഡയമട്രൽ പിച്ച് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ടീത്ത് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ പിച്ച് സർക്കിൾ. ഒരു യൂണിറ്റ് ലെങ്ത് പിച്ച് സർക്കിൾ ഡയമീറ്ററുകളുടെ നമ്പർ ഓഫ് ടീത്തിൻ്റെ എണ്ണത്തിനെയാണ് പിന്നെ പി ഡി എന്ന് പറയുന്നത്. ടി ബൈ ഡി എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ടേം മോഡ്യൂളാണ്. മോഡ്യൂൾ മീൻസ് ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ ടു ദ നമ്പർ ഓഫ് ടീത്ത്. എം ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡ് ബൈ ടി. അതാണ്
അപ്പോൾ ഡി ഡിവൈഡ് ബൈ ടി എന്ന് പറഞ്ഞാൽ അത് 1/PD എന്ന് എഴുതാം. പി ഡി ഈസ് ഈക്വൽ ടു എന്താണ്? പി ഡി ഈസ് ഈക്വൽ ടു ടി ബൈ ഡി ആണ്. അപ്പോൾ ഇത് ഡി ബൈ ടി ആണ്. അപ്പോൾ 1/PD എന്ന് എഴുതാം മോഡ്യൂളിന്. ദാറ്റ് മീൻസ് മോഡ്യൂൾ ഇസ് ആക്ച്വലി ദ റെസിപ്രോക്കൽ ഓഫ് ദി ഡയമട്രൽ പിച്ച്. അപ്പോൾ അങ്ങനെയുള്ള അഡൻഡം സർക്കിൾ, ഡിഡൻഡം സർക്കിൾ. അഡൻഡം സർക്കിൾ എന്താണ്? അഡൻഡം സർക്കിളും ഡിഡൻഡം സർക്കിളും രണ്ട് സർക്കിളാണ്. അപ്പോൾ അഡൻഡം എന്ന് പറഞ്ഞാൽ ഡെപ്താണ്, റേഡിയൽ ഡിസ്റ്റൻസാണ് എടുക്കുന്നത്. റേഡിയൽ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. ദറ്റ് യു ക്യാൻ സീ ദ ഫിഗർ. ഇറ്റ് ഈസ് ക്ലിയർലി മാർക്ക്ഡ് ഇൻ ദ ഫിഗർ. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. So there are so many terms, about 21 terms, not 21, 24 terms connected with a spur gear. ആ ഫിഗർ വരയ്ക്കുക. ഈ 24 ടേംസിൻ്റെ ഡെഫിനിഷൻ ബൈഹാർട്ട് ആയിരിക്കണം. ആ വരച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അത് വരച്ച് മാർക്ക് ചെയ്യുന്നതാണ് ശരിയായിട്ട് പഠിക്കേണ്ടത്. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫിഗർ നോക്കിയിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. 3 ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. ഡയമട്രൽ പിച്ച് സർക്കിൾ ഡയമീറ്റർ ആൻഡ് മോഡ്യൂൾ. 3 ഇക്വേഷനേ ഉള്ളൂ. ബാക്കിയൊക്കെ ടേംസ് ആണ്. അത് ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മാർക്ക് പിന്നെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഫിഗർ വരച്ച് ഇതൊക്കെ മാർക്ക് ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ 24 ടേംസും ക്ലിയർ ആയിട്ട് ഡെഫിനിഷൻ പഠിക്കണം. സ്പർ ഗിയർ ടെർമിനോളജി. ദെൻ ഗിയർ ട്രെയിൻ. ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ 2 or more gears are made to mesh with each other to transmit power from one shaft to another. Such a combination of is called gear train or train of toothed wheels. 1 or 2 അതിൽ കൂടുതലോ ഗിയേഴ്സ് മെഷ് ചെയ്ത് 2 ഷാഫ്റ്റിൽ നിന്ന് പവറൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഗിയർ ഡ്രൈവ് എന്ന് പറയുക. ഓട്ടോമൊബൈൽ ഗിയർ ബോക്സ്, ഇറ്റ് ഈസ് എ ഗിയർ ട്രെയിൻ. അതൊരു ഗിയർ ട്രെയിനാണ്, ഗിയർ ഡ്രൈവ് ആണ് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഗിയർ ട്രെയിൻ? സിമ്പിൾ ഗിയർ ട്രെയിൻ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ആൻഡ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഈ 4 ഗിയർ ട്രെയിനാണ് നിങ്ങളുടെ സിലബസിൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നെ ഫസ്റ്റ് 3 types of gear trains, the axis of the shafts over which the gears are mounted are fixed relative to each other. But in case of epicyclic gear train, the axis of the shafts on which the gears are mounted may move റിലേറ്റീവ് ടു ദ ഫിക്സഡ്. ഒന്ന് മൗണ്ട് ചെയ്തിട്ടുണ്ടാവും, അതിനെങ്ങനെ ചുറ്റി കഴിയുക. നമ്മുടെ ഈ സോളാർ സിസ്റ്റം പോലെ, സൗരയൂഥം പോലെ ചുറ്റി ഗിയർ ഇങ്ങനെ സ്വയം കറങ്ങും, അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു സിസ്റ്റമാണ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. ഈ 4 ഉള്ളത്. അതിൽ സിമ്പിൾ ഗിയർ ട്രെയിൻ നോക്കുക. വെരി സിമ്പിൾ ഗിയർ ട്രെയിൻ. 2 ഗിയർ മെഷ് ചെയ്തെടുക്കുന്നത്, 2 സിമ്പിൾ ഗിയർ മെഷ് ചെയ്തെടുക്കുന്നു. പിന്നെ ഒന്ന് ഡ്രൈവർ മറ്റൊന്ന് ഡ്രൈവൺ. നമ്മൾ ബെൽ ഡ്രൈവിൽ കണ്ടതുപോലെ തന്നെയാണ്. അപ്പോൾ അതിൽ സ്പീഡ് റേഷ്യോ N1ഉം N2ഉം T1 ഉം T2 ഒക്കെ എന്താണ് നിങ്ങൾക്ക് അറിയില്ലോ. N1 ഈസ് ദ സ്പീഡ് ഓഫ് ഡ്രൈവർ, T1 ഈസ് ദ ടീത്ത് ഓൺ ദ ഡ്രൈവർ, N2 സ്പീഡ് ആൻഡ് ടീത്ത് ഓൺ ദ ഡ്രിവൺ. അപ്പോൾ സ്പീഡ് റേഷ്യോ അതാണ് ഗിയർ ഡ്രൈവിലെ പ്രധാനം. സിമ്പിൾ ഗിയർ ട്രെയിനിലെ സ്പീഡ് റേഷ്യോ N1/N2 ഈസ് ഈക്വൽ ടു T2/T1, ദ സ്പീഡ് റേഷ്യോ. ദെൻ ട്രെയിൻ വാല്യൂസ്. ട്രെയിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്പീഡ് റേഷ്യോൻ്റെ റെസിപ്രോക്കലാണ്. ദാറ്റ് ഈസ് N2/N1 ഈസ് ഈക്വൽ ടു T1/T2. So this is also a simple gear train with an idle gear. ഇടയിൽ ഒരു ഗിയർ ഉണ്ട്. ആ ഗിയർ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഡ്രൈവറിൻ്റെയും ഡ്രിവറിൻ്റെയും രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിം ആയിരിക്കും. ഒരു ഐഡിൽ ഗിയർ ആണെങ്കിൽ രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിം ആയിരിക്കും. ഐഡിൽ ഗിയർ ഇല്ലെങ്കിൽ വെറും 2 ഗിയർ മെഷ് ചെയ്യുന്നതാണെങ്കിൽ ഒന്ന് ഒരു ഡയറക്ഷനിലും മറ്റത് വേറൊരു ഡയറക്ഷനിലായിരിക്കും. ഒരു ഐഡിൽ ഗിയർ വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഓക്കെ. So here also speed ratio N1/N2 is equal to T2/T1. Then speed ratio between 2 and 3, that is N2/N3 is equal to T3/T2. 2 ഇക്വേഷൻ കിട്ടും. ആ 2 ഇക്വേഷൻ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will be getting the speed ratio with 3 gears with an idle gear. 2 ഒന്ന് ഡ്രൈവർ, ഒന്ന് ഡ്രിവൺ, ഒരു ഐഡിൽ ഗിയർ, അങ്ങനെ 3 ഗിയറുള്ള ഒരു ഡ്രൈവ് സിമ്പിൾ ഗിയർ ട്രെയിൻ. അതിനകത്ത് വരുമ്പോൾ എന്ത് വരും? ലാസ്റ്റ് N1/N3 ഈസ് ഈക്വൽ ടു T3/T1. ഓക്കെ, അതാണ് വരിക. ദെൻ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. ദിസ് ഈസ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷാഫ്റ്റ് തന്നെ ഒന്നിൽ കൂടുതൽ ഗിയർ മൗണ്ട് ചെയ്തിരിക്കും. അതിനെയാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ 6 ഗിയറാണുള്ളത്. When there are more than 1 gear on a shaft as shown in figure, which is called a compound gear train. There are 6 gears. 1ഉം 2ഉം
1ഉം 2ഉം മെഷ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ 3ഉം 4ഉം മെഷ് ചെയ്തിരിക്കുകയാണ്. 5ഉം 6ഉം മെഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2ഉം 3ഉം ഒരു ഷാഫ്റ്റിനകത്താണ് മെഷ് ചെയ്തിട്ടുള്ളത്, മൗണ്ട് ചെയ്തിട്ടുള്ളത്. 4ഉം 5ഉം ഗിയർ മറ്റൊരു ഷാഫ്റ്റിലാണ് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സോ ഇൻ എ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ യു സീ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയർ, ദെൻ ദി 3 and 3rd and 4th ഗിയർ, 3 and 4, ദെൻ 5 and 6. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ 3 ഇക്വേഷനും മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ഫൈനലി ദ സ്പീഡ് റേഷ്യോ ഇൻ ദിസ് 6 ഗിയർ ഡ്രൈവ്, കോമ്പൗണ്ട് ഗിയർ ഡ്രൈവ്. N1/N6 ഈസ് ഈക്വൽ ടു T2, T4, T6 ഡിവൈഡ് ബൈ T1, T3, T5. അത് കാണാം. T2, T4, T6 ദ പ്രോഡക്റ്റ് ഓഫ് ദ 2, 4, 6 ഈവൺ നമ്പേഴ്സാണ്. ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. മറ്റത് 1, 3, 5 ഒന്നാമത്തെ മൂന്നാമത്തെ അത് പ്രോഡക്റ്റ്, അത് ഡ്രൈവേഴ്സിൻ്റെയും പ്രോഡക്റ്റ് ഓഫ് ദി നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഡ്രൈവേഴ്സ് ഡിവൈഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ദി നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഡ്രിവൺ. അപ്പോൾ അതിൽ ഇവിടെ ഡ്രൈവേഴ്സായിട്ട് വരുന്നതാണ് ഏതൊക്കെ? 2, 4, 6. സോറി, ഡ്രിവൺസ്, നോട്ട് ഡ്രൈവേഴ്സ്, ഡ്രിവൺസ് 2, 4, 6. 1 2നെ ഡ്രൈവ് ചെയ്യുന്നു, അപ്പോൾ 1 ഡ്രൈവർ 2 ഡ്രിവൺ. ഓക്കെ. അതേപോലെ തന്നെ 3 4നെ ഡ്രൈവ് ചെയ്യുന്നു, അപ്പോൾ 3 ഡ്രൈവിംഗ് ആയി, 4 ഡ്രിവൺ ആയി. 5 6നെ ഡ്രൈവ് ചെയ്യുന്നു, അപ്പോൾ 5 ഡ്രൈവർ 6 ഡ്രിവൺ. അപ്പോൾ ഏതൊക്കെയാണ് ഡ്രിവൺ? 2, 4, 6. ഡ്രൈവേഴ്സ് 1, 3, 5. അപ്പോൾ ടീത്ത് ഓൺ ദ ഡ്രിവൺസ് ഡിവൈഡ് ബൈ ടീത്ത് ഓൺ ദ ഡ്രൈവേഴ്സ്. സോ T2, T4, T6 ഡിവൈഡ് ബൈ T1, T3, T5. അതാണ് സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഗിയർ ട്രെയിനിൽ വരുന്നത്. അതിൻ്റെ ഇക്വേഷൻസൊക്കെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ദെൻ ന്യൂമറിക്കൽ എക്സാമ്പിൾ, എ സിമ്പിൾ പ്രോബ്ലം ഈസ് ഗിവൺ. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോബ്ലം വിത്ത് 6 ഗിയേഴ്സ്. ഇപ്പോൾ പറഞ്ഞ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. അതവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. വെരി സിമ്പിൾ പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് ഈസ് ദ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. സോ വെൻ ദ ആക്സിസ് ഓഫ് ദ ഫസ്റ്റ് ഗിയർ ആൻഡ് ദ ലാസ്റ്റ് ഗിയർ are coaxial, then the gear train is known as reverted gear train. See the figure. ഫസ്റ്റ് ഗിയറിൻ്റെയും ലാസ്റ്റ് ഗിയറിൻ്റെയും ആക്സസ് കോയാക്സിയൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറയും. റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. സി ഗിയർ 1 ഡ്രൈവ്സ് ദ ഗിയർ 2. ഓക്കെ. ദെൻ ഗിയേഴ്സ് 2 and 3 ആർ മൗണ്ടഡ് ഓൺ ദ സെയിം ഷാഫ്റ്റ്. 2ഉം 3ഉം ഒറ്റ ഷാഫ്റ്റിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ദേ form a compound gears and the gear 3 will rotate in the same direction as that of gear 2. Gear 2 അതേ ഡയറക്ഷനിൽ. Gear 3 drives gear 4, that is the last driven or follower, as the same direction as that of the gear 1. So if in a reverted gear train the motion of the first and the last gear is like means in the same direction. ഇതാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് വൺ, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. സോ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ, സീ ദ ഫിഗർ. ഇൻ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ദി ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്സ് on which the gears are mounted, they move relative to a fixed axis. See the fixed axis A and axis അതിനെ ബേസ് ചെയ്തുകൊണ്ട് വലിയ ഗിയർ ബി എന്ന ഗിയർ റൊട്ടേറ്റ് ചെയ്യാണ്. അതിന് ചുറ്റുകയാണ് അതിന്. അതാണ് എ സിമ്പിൾ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഇറ്റ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഗിയർ എ ആൻഡ് ദി ആം സി ഹാവ് എ കോമൺ ആക്സിസ് അറ്റ് O1 about which they can rotate. ആ O ബേസ് ചെയ്തും കൊണ്ട് ആ ചെറിയ ഗിയർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ. ദെൻ ദ ഗിയർ ബി മെഷേഴ്സ് വിത്ത് ഗിയർ എ ആൻഡ് ഹാസ് ഇറ്റ്സ് ആക്സിസ് ഓൺ ദി ആം അറ്റ് O2. ഒരു ആമാണ് റൊട്ടേറ്റ്, ആമിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്ത്. ആമിൻ്റെ O1 ഈസ് വൺ സെൻറ്റർ ആൻഡ് O2 ഈസ് ദ അനദർ സെൻറ്റർ ഓഫ് ദി ആം. സോ വിത്ത് സെൻറ്റർ O2 about the gear B can rotate. So this type ശരിക്കും ഒരു സോളാർ സിസ്റ്റം പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ചുറ്റോടും. ആ ഗിയർ സ്വയം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറയുക. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് വെരി ഹൈ വെലോസിറ്റി റേഷ്യോ വിത്ത് ഗിയേഴ്സ് ഓഫ് മോഡറേറ്റ് സൈസസ്. ഇത് ഉപയോഗിക്കുന്നത് ലെയ്ത്ത് ഡിഫറൻഷ്യൽ ഗിയേഴ്സ് ഓഫ് ദി ഓട്ടോമൊബൈൽ, ഹോഴ്സ്, പുള്ളി ബ്ലോക്സ്, ദെൻ ദി നവർ റിസ്റ്റ് വാച്ച് മെക്കാനിസം. റിസ്റ്റ് വാച്ച് അതിലൊക്കെ ചെറിയ റാക്ക് ആൻഡ് പിനിയൻ കാണാം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ. അങ്ങനെയുള്ള ചെറിയ ഡ്രൈവിലൊക്കെ
ഒരു ഗിയർ തിരിയും, ഒരു ആമുണ്ടാവും, ഈ സെൻറ്റർ വെച്ചിട്ട് ചെറിയ ഗിയർ തിരിയും, മറ്റൊരു വലിയ ഗിയർ ഇതിന് മെഷ് ചെയ്തിരിക്കും. അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആമിൻ്റെ നെക്സ്റ്റ് എൻഡിലത്തെ സെൻറ്റർ ആയിരിക്കും, അത് റൊട്ടേറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദി വൺ ഗിയർ. ദിസ് ഈസ് കോൾഡ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻസ്. So this is another figure. Planetary is also called planetary gear train. Planetary gear train എന്നും പറയും അതിന്. So these are the different types of gear drives. അപ്പോൾ ഈ ഗിയർ ഡ്രൈവ്സിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് വാട്ട് ഈസ് എ ഗിയർ ആൻഡ് സ്പർ ഗിയർ ടെർമിനോളജി, ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫങ്ഷൻ ഓഫ് ഗിയേഴ്സ്, ദെൻ വാട്ട് ഈസ് മെൻ ബൈ എ ഫ്രിക്ഷൻ വീൽ, and what are the advantages and disadvantages of a gear drive. Then different types of gear drive, simple gear drive, compound gear drive. അത് രണ്ടിലും സ്പീഡ് റേഷ്യോ എടുത്തിട്ട് സിമ്പിൾ പ്രോബ്ലംസ് നമുക്ക് ചെയ്യണം. അതേപോലെ സ്പർ ഗിയർ ടെർമിനോളജി വെച്ചിട്ടും ചെറിയ പ്രോബ്ലം ചെയ്യാനുണ്ട്. മറ്റ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ, അത് രണ്ടും ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കൂ. അപ്പോൾ ഗിയർ ഡ്രൈവ് താരതമ്യേന കുറച്ച് ചെറിയ ചാപ്റ്ററും വളരെ എളുപ്പമാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് സ്പർ ഗിയർ ടെർമിനോളജി, ദെൻ സ്പീഡ് റേഷ്യോ, സിമ്പിൾ ഗിയർ ട്രെയിൻ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രോബ്ലംസൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം.